സാറേ, അയ്യങ്കാളി ജയന്തിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. ചില ദൃശ്യമാധ്യമങ്ങളിൽ ചിത്രങ്ങൾ കാണിക്കുമ്പോൾ അയ്യങ്കാളിയുടെ നെറ്റിക്ക് ഒരു കുങ്കുമ കുറി അതുണ്ടായിരുന്നു, ചിലതിനകത്തില്ല. അപ്പോൾ കുറി ഉണ്ടോ കുറി ഇല്ലയോ എന്നത് സംബന്ധിച്ചും ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നു കേൾക്കുന്നല്ലോ. പല ആളുകളും ഇതൊരു കുറിയില്ലാതെ ചിത്രങ്ങൾ, ഉദാഹരണത്തിന് ഏഷ്യനെറ്റ് അയ്യങ്കാളിയുടെ ചിത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറി ഉണ്ടായിരുന്നില്ല, ആ പൊട്ടുണ്ടല്ലോ അതെ, അതുണ്ടായിരുന്നില്ല എന്ന്, അത് മനഃപൂർവ്വം ഒഴിവാക്കി വരികയായിരിക്കുമല്ലോ ഇപ്പോൾ. അതെ അതെ, പൊട്ട്. അപ്പോൾ പൊട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറിയോ ഇങ്ങനത്തെ സംഭവങ്ങളോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് കുറിയോ തിലകം എന്നൊക്കെ പറയുമല്ലോ പൊട്ടിന്. ഇത് ഉണ്ടായിരുന്നോ എന്ന് അറിയാനായിട്ട് അയ്യങ്കാളിയെ നേരിട്ട് കണ്ടവരുടെ വിവരണങ്ങൾ അല്ലേ നോക്കേണ്ടത്. ഞാൻ നോക്കിയ പുസ്തകങ്ങളിലൊക്കെ അയ്യങ്കാളിയുടെ ജീവചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. TMP ചന്താരശ്ശേരി മുതൽ പല ആളുകളും എല്ലാത്തിലും ഈ കുറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ട മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുണ്ടല്ലോ, ഭൂതകാല സ്മരണകൾ. ആ സ്മരണകളിൽ മന്നത്ത് പത്മനാഭൻ വിവരിക്കുന്നുണ്ട് അയ്യങ്കാളിയെ. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി വരുന്ന രംഗമുണ്ടല്ലോ, അത് വിവരിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. വെള്ളക്കുതിരകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ വന്നിറങ്ങിയ അദ്ദേഹം ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. 6 അടിക്ക് മേൽ ഉയരവും കസവ് തുന്നിയ തലപ്പാവും കറുത്ത കോട്ടും കുങ്കുമപ്പൊട്ടും മേൽമൽ മുണ്ടും മേൽവേഷ്ടിയും ചെരുപ്പും ധരിച്ച് അദ്ദേഹം പ്രജാമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇദ്ദേഹമല്ലേ ദിവാനെന്ന് സന്ദർശകർ അത്ഭുതപ്പെടുന്നു. അദ്ദേഹത്തിന്റെ രൂപം കൃത്യമായിട്ട് വിവരിക്കുകയാണ് മന്നത്ത് പത്മനാഭൻ. അതിൽ പറയാണ് 6 അടിക്ക് മേൽ ഉയരവും കസവ് തുന്നിയ തലപ്പാവും കറുത്ത കോട്ടും കുങ്കുമപ്പൊട്ടും ആണ്. ശരിക്കും ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോറില്ലേ, അതായിരുന്നു അയ്യങ്കാളി. അതിൻ്റെ വിവരണമാണിത്. നീലകേശി ഭദ്രകാളിയുടെ ഭക്തനായിരുന്നു അയ്യങ്കാളി. അദ്ദേഹം ഒരു കാവിൻ്റെ അധികാരിയുമായിരുന്നു. ഈ ഭദ്രകാളി കാവിൻ്റെ അധികാരിയുമായിരുന്നു അയ്യങ്കാളി. ശുദ്ധി പ്രസ്ഥാനം ഇവിടെ, ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വേറെ ഉയർന്ന ജാതിക്കാരുമായിട്ട് അതല്ല, നമ്മുടെ മതം മാറ്റം. അതായത് ഹിന്ദുക്കളിൽ നിന്നും മതം മാറി ആളുകൾ പോവുമല്ലോ. ഇപ്പൊ ഗർവാബസി എന്ന് പറയുന്നില്ലേ, അതാണ്. ആ മതം മാറി പോയവരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഈ ശുദ്ധി പ്രസ്ഥാനങ്ങൾ. അത് 3 എണ്ണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആര്യ സമാജം, പിന്നെ മതം മാറ്റുന്നതും ഇല്ലേ മറ്റുള്ളവര്, ആര്യ സമാജം, അയ്യപ്പ സേവാ സംഘം, കേരള ഹിന്ദു മിഷൻ. ഈ ഹിന്ദു മിഷന്റെ സ്ഥാപകനായിരുന്നു അയ്യങ്കാളി. അപ്പോൾ വെള്ളിക്കര മത്തായി എന്ന് പറഞ്ഞ ആളെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ്. വെള്ളിക്കര മത്തായിയെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് അയ്യങ്കാളി, അന്നത്തെ ഗർവാബസി. വെള്ളിക്കര മത്തായിയെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വെള്ളിക്കര ചോതി എന്ന് പേരിട്ടു. എന്നിട്ട് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അക്കാലത്ത് കഴിവുള്ള ഈ പുലേരെ കിട്ടണമല്ലോ. അപ്പൊ ഈ ഇദ്ദേഹത്തിന് മതം മാറിപ്പോയ ആളാണെങ്കിലും കഴിവുകളുണ്ട്. അപ്പൊ തിരിച്ചു കൊണ്ടുവരിക ഹിന്ദുമതത്തിലേക്ക്. അങ്ങനെ വെള്ളിക്കര മത്തായിയെ വെള്ളിക്കര ചോതിയാക്കി. ഇതിൻ്റെയൊക്കെ ഒരു പ്രോത്ഘാടകനാണ് അയ്യങ്കാളി എന്ന് പറയുന്ന ആള്. വെറുതെ സമുദായ പരിഷ്കർത്താവ്, സമുദായ പ്രവർത്തകനോ മാത്രമൊന്നുമല്ല, ശരിക്കും ഒരു ഹിന്ദു ആണ്. ഹിന്ദു പ്രസ്ഥാനം നടത്തിയ ഒരാളാണ് അദ്ദേഹം. നീ വലിയ ആളാകും എന്ന് പ്രവചിച്ചത് അയ്യങ്കാളിയെ പറ്റി തൈക്കാട്ട അയ്യാസ്വാമികളാണ്. അപ്പോൾ തൈക്കാട്ട അയ്യാസ്വാമികളുമായിട്ടും ബന്ധമുണ്ടല്ലോ.
അപ്പോൾ സദാനന്ദ സ്വാമികളാണ് അയ്യങ്കാളിയുടെ ഗുരു. പിന്നെ സ്വാമികളല്ലേ, അതെ, ശരിക്കും സന്യാസിമാരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാൾ. അപ്പോൾ ഗുരുവിൻ്റെ മദ്യം ഉപേക്ഷിക്കൽ നയമുണ്ടല്ലോ, നാരായണ ഗുരുവിൻ്റെയൊക്കെ, അത് അയ്യങ്കാളി പറഞ്ഞത് കള്ളു കുടിച്ചെത്തുന്ന ഭർത്താക്കന്മാർക്ക് കഞ്ഞി നൽകരുത് എന്ന് അയ്യങ്കാളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുരുക്കന്മാരുടെ ഉപദേശം തന്നെ സ്വീകരിച്ച് അദ്ദേഹം സ്വന്തം സമുദായത്തോടും പറഞ്ഞിട്ടുണ്ട്. ഇനി മീന കന്ദസ്വാമി, എം നിസാർ, അവർ അത്യാവശ്യം പുരോഗമനവാദികളൊക്കെ തന്നെയാണ്. മീന കന്ദസ്വാമിയും നിസാറും ഒക്കെ. അവര് അയ്യങ്കാളിയെ പറ്റി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഹിന്ദു മഹാസഭയുമായി അയ്യങ്കാളി പ്രവർത്തിച്ചിരുന്നു എന്നാണ്. ഒന്ന് ചേർന്ന് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ സവർക്കർ? അതെ. അപ്പോൾ സവർക്കറും കൂടി അംഗമായിരുന്ന ഹിന്ദു മഹാസഭയിൽ അതിന് മുമ്പ് ഒക്കെ ഉണ്ടായിരുന്ന പ്രവർത്തകനാണ് അയ്യങ്കാളി. അതാണ്. പിന്നെ സദാനന്ദ സ്വാമിയുടെ ശിഷ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അയ്യങ്കാളി. അദ്ദേഹത്തെ കൊണ്ട് വെങ്ങാനൂരിൽ, സദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ പാലക്കാട് ചിറ്റൂരിൽ നിന്ന് തിരുവിതാംകൂറിലെത്തി കൊട്ടാരക്കരയിൽ സദാനന്ദ ആശ്രമമൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇപ്പോൾ അത് കുറച്ചും കൂടി നന്നാകാനുണ്ട്. അവിടെ തിരുവിതാംകൂറിൽ വന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ മറ്റേ മലബാറിൽ വെച്ച് തന്നെ ഈ അധസ്ഥിതർക്ക് വേദം പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു സദാനന്ദ സ്വാമികൾ. സവർണ ഹിന്ദുക്കൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല സദാനന്ദ സ്വാമികൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം തിരുവിതാംകൂറിൽ വന്നും ഈ പ്രവർത്തനം തുടരുമ്പോൾ ഇദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തൊക്കെ, പുത്തരിക്കണ്ടം മൈതാനം ഇന്നത്തെ മൈതാനം അല്ലത്. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രസംഗിക്കുമ്പോൾ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണത്. ഇന്നത്തെ പോലെ വൃത്തിയൊന്നുമില്ല. പുറകിൽ ഈ പുല്ലാനി പൊന്തകൾ ഉണ്ടല്ലോ, ഈ പുല്ലാനി കാടില് ഒളിച്ചിരുന്ന് സദാനന്ദ സ്വാമികളുടെ പ്രസംഗമൊക്കെ കേട്ട് സദാനന്ദ സ്വാമികളോട് ആരാധന തോന്നിയിരുന്ന ആളാണ് അയ്യങ്കാളി. അങ്ങനെ വെങ്ങാനൂരിലേക്ക് സദാനന്ദ സ്വാമികളെ കൊണ്ടുപോയിട്ട് ബ്രഹ്മനിഷ്ഠാ മഠം സ്ഥാപിച്ചു അയ്യങ്കാളി. അയ്യങ്കാളിയുടെ കൊച്ചുമകൻ പി ശ്രീധരൻ എഴുതിയിട്ടുണ്ട് അയ്യങ്കാളി പറഞ്ഞതായിട്ട്, ദുഷിച്ചത് ഹിന്ദുമതമല്ല, ഹിന്ദുമത തത്വങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളാണ് ദുഷിച്ചത്, മതത്തിന് ദുഷിപ്പില്ല. ഈ മതവും സംസ്കാരവും വിട്ട് ഞാൻ എങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സാൽവേഷൻ ആർമിയുടെ ഒരു സായിപ്പ്, CI കാക്കേസ് എന്ന് പറഞ്ഞ സായിപ്പ്, ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റാൻ അയ്യങ്കാളിയുടെ അടുത്ത് ചെന്നിരുന്നു. അയ്യങ്കാളി വളരെ അറിയപ്പെടുന്ന ആളെന്നുള്ള നിലയ്ക്ക് അംബേദ്കറുടെ അടുത്തുമൊക്കെ ചെന്നിട്ടുണ്ടല്ലോ, ഇസ്ലാമും ഒക്കെ ചെന്നിട്ടുണ്ട്. അംബേദ്കർക്ക് വലിയ തുകകളും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് 5 ലക്ഷം രൂപയൊക്കെ. അംബേദ്കർ മാറിയിട്ടില്ല. അപ്പോൾ അംബേദ്കർ ഹിന്ദുമതം വിട്ട് ബുദ്ധമതത്തിൽ ചേരാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഈ ഹൈദരാബാദ് നൈസാം ഇത്തരം തുകയൊക്കെ വാഗ്ദാനം ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ സാൽവേഷൻ ആർമിയുടെ കേണല് കാക്കേസ് ക്രിസ്തു മതത്തിൽ ചേരാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പല പുലേരും അക്കാലത്ത് സാൽവേഷൻ ആർമിയിൽ ചേർന്നിരുന്നു. അയ്യങ്കാളി വഴങ്ങിയില്ല. ഇതാണ് എൻ്റെ മതം എന്ന് പറഞ്ഞ് ഹിന്ദു മതത്തിൽ നിന്നു. അയ്യങ്കാളിയുടെ ഈ ഒരു ജീവചരിത്രം ഡോക്ടർ സുരേഷ് മാധവ്, വേദഗുരു സദാനന്ദ സ്വാമികളുടെ ജീവചരിത്രം സുരേഷ് മാധവ് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യങ്കാളിയുടെ അമ്മ മാലയുടെ സഹോദരിയും കുടുംബവും ക്രിസ്തുമതം സ്വീകരിച്ചു. സഹോദരിയുടെ മകൻ തോമസ് വാദ്യാർ, അയ്യങ്കാളിയുടെ തോമസ് വാദ്യാർ ഈ സാൽവേഷൻ ആർമിയിൽ ചേർന്നു, രക്ഷാസൈന്യത്തിൽ. ഈ തോമസ് വാദ്യാരും ഈ പുത്തരിക്കണ്ടത്തിൽ പുല്ലാനി പൊന്തയില് ഒളിഞ്ഞിരുന്ന് സദാനന്ദ സ്വാമികളുടെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ തോമസ് വാദ്യാർ പറഞ്ഞിട്ടാണ് സദാനന്ദ സ്വാമിയുടെ പ്രസംഗം കേൾക്കാൻ അയ്യങ്കാളി ചെല്ലുന്നത്. അപ്പോൾ സദാനന്ദ സ്വാമിയുടെ പ്രസംഗം കേട്ട് കവടിയാറിൽ 1904 ഒരു ഹിന്ദു സമ്മേളനം അയ്യങ്കാളി വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പം സാൽവേഷൻ ആർമി നിൽക്കുന്നുണ്ടല്ലോ അവിടെ, പാളയം കഴിഞ്ഞ് അങ്ങോട്ട് വെള്ളയമ്പലത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ ആ സാൽവേഷൻ ആർമി നിന്ന സ്ഥലത്താണ് ഈ ഹിന്ദു സമ്മേളനം നടന്നത്.
വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ സഹായത്തോടുകൂടി പുലയരുടെ ഒരു യോഗം സദാനന്ദ സ്വാമി വിളിച്ചു കൂട്ടി. അങ്ങനെയാണ് അവിടെ ബ്രഹ്മനിഷ്ഠാ മഠത്തിൻ്റെ ചിത് സഭ ഉണ്ടാകുന്നത്. അപ്പോൾ വെങ്ങാനൂരിലെ ആദ്യ പുലയ സമാജത്തിൻ്റെ പേരെന്താണെന്നറിയോ? സദാനന്ദ വിലാസം. സദാനന്ദ സ്വാമികളുടെ പേരിലാണ് പുലയ സമാജം തന്നെ നിലവിൽ വരുന്നത്. അപ്പോൾ അയ്യങ്കാളിയെ ക്രിസ്ത്യാനിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നില്ല. 1907 സാധുജന പരിപാലന യോഗം അയ്യങ്കാളി സ്ഥാപിക്കുന്നുണ്ട്. അത് സദാനന്ദ സ്വാമികളുടെ കൂടി നിർദ്ദേശത്തോടും അനുഗ്രഹത്തോടും കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ബ്രഹ്മനിഷ്ഠാ മഠത്തിൽ അയ്യങ്കാളിയും കൂട്ടരും ഒക്കെ പ്രവർത്തിച്ച് നടക്കുമ്പോൾ അയ്യങ്കാളിയും കൂട്ടരെ സവർണരും ഒക്കെ കളിയാക്കി മഠപ്പുലയൻ എന്ന് വിളിക്കുമായിരുന്നു. ബ്രഹ്മനിഷ്ഠാ മഠത്തിലെ അംഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കലുകൾക്ക് തുടർന്ന് പിന്നെ പോകെ ഈ മഠവുമായിട്ട് ബന്ധം വിട്ടുപോയി. സദാനന്ദ സ്വാമിയുമായിട്ടുമൊക്കെ ബന്ധം വിട്ടുപോയി. അപ്പം ഇതാണ് അയ്യങ്കാളി. അയ്യങ്കാളി ശരിക്കും കുമാരനാശാന്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? കുമാരനാശാനെ പറ്റി ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹിന്ദുത്വം ഉറപ്പിച്ച കുമാരനാശാൻ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും കുമാരനാശാന്റെ കവിതകളും ജീവിതവും മുഴുവൻ പത്രാധിപ കുറിപ്പുകൾ, ലേഖനങ്ങൾ, മതപരിവർത്തന രസവാദം പോലുള്ള കൃതികളെല്ലാം വായിച്ചിട്ട് എഴുതിയിരിക്കുന്നതാണത്. കുമാരനാശാന്റെ ഒരുപാട് സ്തോത്ര കൃതികളില്ലേ, അതേപ്പറ്റി ആരും പറയാറില്ലല്ലോ. പറയുമ്പോൾ ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ എന്നൊക്കെ പറയുള്ളൂ. സ്തോത്ര കൃതികളെ പറ്റി ആരും പറയാറില്ല. അതൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ശരിക്കും ഹിന്ദു മതത്തിനെ ഉറപ്പിച്ച് നിർത്തിയ ഒരാളാണ് അയ്യങ്കാളി. ശരിക്കും ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം അല്ലേ? ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണല്ലോ ഞാൻ ഈ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എഴുതിയ ആളുകളൊക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇത് മായ്ച്ചു കളയാനും തമസ്കരിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഇപ്പോൾ കേരള സമൂഹത്തിൽ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ചിത്രങ്ങളിൽ നിന്നിപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുങ്കുമപ്പൊട്ട് മായ്ച്ചു കളയുന്നത്. അപകടകരമാണല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.